ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര ഷേക്ക്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അച്ഛനമ്മയുടെ കല്യാണം നല്ലപ്പോ പറയണേ. കല്യാണം കഴിഞ്ഞ ദിവസം ഇത്ര ലേറ്റ് ആയി പോയി, കുറച്ച് താമസിച്ചു പോയി. അപ്പൊ നമ്മളിതേ ഇറങ്ങാൻ നിൽക്കുവാണ്. അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. അടച്ചിട്ടില്ലെങ്കിൽ തൊഴാമെന്ന് വിചാരിക്കുന്നു. അടച്ചാൽ ചമ്മിത്തിരിക്കും. ഞങ്ങൾ പുറത്തുനിന്ന് രണ്ടുപേർ ചുമ്മാ അലമ്പായത്. കരച്ചിലിന്റെ മെയിൻ ആള് ഈ ഇരിക്കുന്നത്. രണ്ടുപേരും കരച്ചിലായിരുന്നു. അതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് താമസിച്ചു ഇറങ്ങാനായിട്ട്. ഒയ്യോടി പൊന്നെ പോട്ടെ കേട്ടോ. ഭയങ്കരമാണ് ചെയ്യാൻ. എന്തായാലും ഞങ്ങള് ചെല്ലട്ടെ. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പോകണം. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നടത്തു വെള്ളം കാണാ പോയി നടത്തു വെള്ളം കാണാം. പക്ഷേ ഇന്നലെ ഇച്ചിരി വെള്ളമുള്ളൂ. ഇന്നലെ ഇച്ചിരി വെള്ളമുള്ളൂ. അമ്പലത്തില് അമ്പലത്തിലാണ് വരാത്തത്. ഹലോ 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 ഹലോ. ഞങ്ങളിതേ ഇപ്പൊ 3 മണിയായപ്പോ ഞങ്ങൾ ഇറങ്ങി. ആ ശരി. എന്നെ മാമിന്നൊന്നും അല്ലാട്ടോ വിളിക്കണത്. ഇത് പാട്ട് പാടണേ. മാമി ഫിംഗർ മാമി ഫിംഗർ കേക്കണേ. എനിക്ക് എന്നെ മമ്മി മാമി ഫിംഗർ മാമി ഫിംഗർ ആ പാട്ട് പാട്. ഞങ്ങളതേ ഇറങ്ങി. ഇപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു എറണാകുളത്ത് നമ്മൾ സുഭാഷ് പാർക്കിൽ പോയിട്ട് ഇവരെ കൊണ്ടൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. കഴിഞ്ഞോ? ഓക്കെ. അപ്പം കഴിഞ്ഞോ? അപ്പൊ എറണാകുളത്ത് പോകാന്ന് വെച്ചപ്പം പിന്നെ നമ്മൾ മഴയൊക്കെ ആണെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആവും. പാർക്കൊക്കെ വെള്ളമായിട്ട് കിടക്കുകയായിരിക്കും. ആ ഒരു സുഭാഷ് പാർക്കില് ഇവിടെ കളിക്കാൻ ഒന്നും പറ്റൂല. അപ്പം പിന്നെ നമ്മൾ ഓർത്തെന്താ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഇൻഡോർ ഗെയിമിൻ്റെ സ്ഥലം കണ്ട് ഇരുമ്പനത്ത്. അപ്പം അവിടെ പോകാമെന്ന് വിചാരിച്ചു. നമ്മളിത് പോയിട്ടൊന്നും ഇല്ല. ഇൻഡോർ പാർക്ക്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് വിളിച്ചു വെച്ചപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഇനി മാല പിടിക്കൽ. ഇതിൻ്റെ പുതിയ മാലയാണിത്. കണ്ടോ? ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചു. പൊട്ടിക്കില്ല പിന്നെ. അപ്പം അങ്ങോട്ട് പോവാണേ. അപ്പം എന്തായാലും
വേറെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ വീട്ടിൽ ഇരുന്ന് ഈ അല്ലിപ്പോ ചുമ്മാ കരച്ചിലായിരുന്നു. അല്ലിപ്പോ ചുമ്മാ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ വെഡിങ്ങിന് എനിക്ക് കിട്ടിയ വെഡിങ്ങിന് ഗിഫ്റ്റ്. കുറച്ച് പേര് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാനെന്താ തന്നിട്ടേ പവർ ബാങ്ക്. ഞങ്ങളിപ്പോ ഇന്നിപ്പോ കറണ്ട് പോണേണ്ടതല്ലേ, അപ്പൊ നമുക്ക് വീട്ടിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കേടായിപ്പോയി. അല്ല ഒരു പഴയ ഒരു വൈറ്റ് അല്ലേ, വൈറ്റ് ബ്ലാക്കാ പവർ ബാങ്ക്. വൈറ്റ് ആണ് ബ്ലാക്ക്. അത് കേടായിട്ടപ്പോ നമ്മള് അത് അവിടെ വർക്ക് ചെയ്യാണ്ടിരിക്കണേ. ഒരു നമുക്കൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ ഒരു പഴയത്. ഇത് കണ്ടോ, ഇത് രണ്ട് സൈഡുണ്ട്, വൈറ്റും ഉണ്ട് ഇവിടെ ബ്ലാക്കും ഉണ്ട്. ഷൂട്ട് ചെയ്യും. അപ്പൊ ശരി, എന്നാലും അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഹലോ, അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്ന മുന്നേ ആയിട്ട് നിങ്ങൾക്ക് 2 കിഡിലും പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകണം കേട്ടോ. വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ സ്വന്തം മാമാരത്തിൻ്റെ 2 പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും തന്നെ പകൽ മിക്ക സമയങ്ങളും ചൂടൊക്കെ വരാറുണ്ടല്ലേ. പിന്നെ കൂടാണ്ട് കുട്ടികളുടെ സ്കൂളും തുറന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും പിള്ളേർ ഔട്ട്ഡോർ ഗെയിംസിലൊക്കെ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ടൈമിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ അമ്മമാരാണല്ലേ, കുട്ടികളുടെ സ്കിന്നിൻ്റെ കാര്യം ഓർത്തിട്ട്. കാര്യം അവർക്ക് ഏത് പ്രൊഡക്റ്റാണ് സൂട്ടബിൾ ആവുക എന്ന് ഓർത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാര്യം പുറത്തൊക്കെ കളിക്കുന്ന കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്നൊക്കെ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടൈമാണ്. സോ അവരുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തം. അപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് 2 പ്രൊഡക്റ്റാണ് നിൽക്കുന്നത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആണ് മാമാരത്തിൻ്റെ ബേബി റിച്ച് മോയ്സ്ചറൈസിംഗ് അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ SPF 50+, അതുപോലെ മിൽക്കി സോഫ്റ്റ് ബാത്തിംഗ് ബാറും. അപ്പോൾ മാമാരത്തിൻ്റെ ഈ 2 പ്രൊഡക്റ്റുകൾ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡുമാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റേത് പ്രൊഡക്റ്റിനേക്കാളും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും മാമാരത്തിൻ്റെ ഈ 2 പ്രൊഡക്റ്റുകളും. ഇനി നമുക്ക് ഈ 2 പ്രൊഡക്റ്റിൻ്റെ ടെസ്റ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ മാമാരത്തിൻ്റെ ബേബി ബാത്തിങ് സോപ്പ് വെച്ചിട്ട് ജസ്റ്റ് കുഞ്ഞിൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സോപ്പിനുള്ളത്. അപ്പോൾ ഈ കാണുന്ന പോലെ ജസ്റ്റ് കുഞ്ഞിൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ബോഡിയിൽ ഫുള്ളായിട്ടും ഈ ഒരു സോപ്പ് അപ്ലൈ ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബേബീൻ്റെ ഒരു ഫേസ് നല്ല രീതിയിൽ നറിഷ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ബേബീൻ്റെ ഫേസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം ഒരു കോയിൻസൈസ് എമൗണ്ട് ഓഫ് നമ്മുടെ മാമാരത്തിൻ്റെ സ്വന്തം അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ നമുക്ക് ബേബീൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സണ്ണുമായിട്ട് എക്സ്പോസർ ആകുന്ന ബോഡിയുടെ ഏത് പാർട്സിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എടുത്ത് പറയേണ്ട കാര്യം, നമുക്കിതിൽ 0 വൈറ്റ് കാസ്റ്റ് ആണ്. ഒരു വൈറ്റ് കാസ്റ്റും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കാണത്തില്ല. പിന്നെ നമ്മുടെ മാമാരത്തിൻ്റെ അൾട്രാ ലൈറ്റ് സൺസ്ക്രീൻ്റെ എടുത്ത് പറയേണ്ട വേറെ പ്രത്യേകതയാണ്, 120 മിനിറ്റ്സ് വരെയും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ കുട്ടികൾ കുറച്ച് വെയിലത്ത് പൂളിൽ കളിച്ചെന്നൊക്കെ വെച്ചിട്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സ്കിന്നിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ നറിഷ്മെൻറ്റും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ഈ 2 പ്രൊഡക്റ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മാമാരത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രീ ഫ്രം ഹാർംഫുൾ കെമിക്കൽസ് അതുപോലെ തന്നെ നാച്ചുറലുമാണ്. പിന്നെ ഓരോ തവണ നമ്മൾ മാമാരത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ ഓർഡർ അവർ പ്ലാൻ ചെയ്തൊരു വെബ്സൈറ്റിലെ ലിങ്കിൽ ട്രീയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എക്സാക്ട് ജിയോ ലൊക്കേഷനും സ്പീഷീസും പിക്ചറും ഒക്കെ അവർ നമുക്ക് സെൻഡ് ചെയ്യുന്നതുമാണ്. സോ മാമാരത്ത് പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഇപ്പോൾ മാമാരത്ത് ആപ്പിലും മാമാരത്ത് വെബ്സൈറ്റിലും പർപ്പിളിലും നൈക്കിയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും ഒക്കെ അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമ്മുടെ തൊട്ടടുത്ത സ്റ്റോറിലും അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങളൊരു മാമാരത്ത് സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്നെ മെസ്സേജ് കമൻറ്റ് അറിയിക്കാവുന്നതാണ്. കൂടാതെ പല്ലവി 2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ എന്തിനു വഹിക്കുന്നത് അല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്ത് അടിപൊളി ഓഫേഴ്സ് ഒക്കെ നേടും. ബൈ. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇരുമ്പനത്താണ്. കുറേ പേര് ഇത് കണ്ടപ്പോൾ എന്നോട് സ്ഥലമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പനത്താണ് ഈ ഒരു കിഡ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡോർ ഗെയിമിൻ്റെ സ്ഥലം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂറോട് കളിക്കാനുള്ള സാധനങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. ചുട്ടിക്കും അല്ലുകുഞ്ഞിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ലുവാണെങ്കിൽ ഇങ്ങനെ കാർട്ടൂൺസൊക്കെ കാണുമ്പോൾ അതുപോലത്തെ സ്ഥലങ്ങളല്ല ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കയറിയപ്പോഴും അവൻ പറഞ്ഞതാ, അമ്മ അതേ നമ്മൾ TV-യിൽ കാണുന്ന പോലത്തെ സ്ഥലം എന്നാണ് പറഞ്ഞത്. എന്തായാലും അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ അടിച്ചു പൊളിച്ച് തകർത്തു. കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയവർക്ക് അവിടെ കയറാം. 2-3 സ്ഥലത്തിൽ മൊത്തം കയറാൻ പറ്റില്ല. ബാക്കി എല്ലാത്തിലും ഞാനും കൂടെ അവരോടൊപ്പം കയറിയായിരുന്നു. ഒരു കുട്ടിക്ക് ഒരാൾ, ഒരു പാരൻറ്റ്, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോടെ അടിച്ചു പൊളിച്ച് തകർത്തു. അവിടുന്ന് ഇറങ്ങുവാണ്. പിങ്കിടുവാ തിരിച്ചു കയറാൻ പറ്റില്ല. പോരെ ഇറങ്ങാം. കുഴപ്പമില്ല. TV-യോ? അങ്ങ് അമ്മ വന്നത് അല്ലു.
ഒരു സാധനം ഉണ്ട് അതേ കയറ്റി വാ പോരെ സൂപ്പറാണോ വലിക്കോ മനിത ഉണർത്ത കൊള്ളയത് മനിതക്കാതല്ലേ അല്ലല്ലോ ഇറങ്ങി ഇല്ലേ ഈ കയറെ പിടിച്ച് കയറിക്കോ ആ കയറെ പിടിക്കുക കയറയില് ആ ആ കയറ് ആ തൂങ്ങി കയറെ പിടിക്കുക കയറെ പിടിക്കുക ചേട്ടനെ കയറണ ഇത് ഇച്ചിരി സ്പീഡ് മുഖം അതിനെ കേട്ടിട്ട് അതെ അമ്മ കയറാൻ നോക്കി അമ്മ വരും എന്നാലും va 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 yeah ini te poco de ah
കുനി അത് വരുമ്പോ കുനി. ഇത് ഉദ്ദേശിക്കുന്ന കളിയല്ല അവർ കളിക്കുന്നത്. അങ്ങനെ ആ ചേട്ടൻ നിൽക്കണം, അതുപോലെ നിന്നിട്ട് അത് ചാടണം. അയ്യോ അല്ലോലും ഇടിച്ചോണ്ട് പോകണം. അവിടെ കിടന്നോ. ഇതിനെടുത്തോണ്ട് പോകാവോ? ഇനി വെച്ച് ഉണ്ടായിക്കോ അലിപ്പേ. അങ്ങനെയല്ല, ഒന്നിൻ്റെ മേളിലൊന്നല്ല, ആദ്യം എല്ലാം നിരത്തി വെക്ക്.
അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളവിടെ നിന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളവിടെ നിന്ന് പോന്നു. നമുക്ക് എക്സ്ട്രാ എടുക്കുന്ന ഓരോ മണിക്കൂറും അവിടെ 100 രൂപ കേട്ടോ ചാർജായിട്ട് വരുന്നത്. അവിടെ ഒരു കിഡിന് ഒരു കുട്ടിക്ക് വന്ന ചാർജ് എന്ന് വെച്ചാൽ 500 അടുത്താണ്, 500 ആണ്. പിന്നെ ദച്ചുട്ടിക്ക് 400 ആയി. ഏകദേശം അത്ര റേറ്റ് വരും. പാരൻസിനാണെങ്കിൽ അവിടെ പേയ്മെൻറ്റ് ഇല്ല, ഫീസില്ല, കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കുട്ടീൻ്റെ കൂടെ ഒരു പാരൻറ്റിന് കയറാം. ഇത് ഇത്രയായിരുന്നു നമ്മുടെ കുഞ്ഞൊരു ഔട്ടിംഗ് വീഡിയോ, ആനിവേഴ്സറി സ്പെഷ്യൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.